വയനാട് വൈത്തിരി ചാരിറ്റിയിൽ വ്യാപക മണ്ണിടിച്ചിലിൽ ആശങ്കയിലായി പ്രദേശവാസികൾ. സ്വകാര്യ വ്യക്തി നിർമ്മിച്ച 100 മീറ്ററോളം സംരക്ഷണ മതിൽ തകർന്നു. പ്രദേശത്ത് മഴ ശക്തമായതിനാൽ കൂടുതൽ പ്രദേശം ഇടിയുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അശാസ്ത്രീയമായാണ് ഈ സംരക്ഷണ മതിൽ കെട്ടിയതെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്നലെ വൈകിട്ടാണ് പ്രദേശത്ത് വൻതോതിൽ മണ്ണിടിഞ്ഞത്. മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ സംരക്ഷണ ഭിത്തി ഒന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. സമീപത്ത് വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. നിർമ്മാണം അശാസ്ത്രീയമാണെന്നും ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NV വിജേഷ് പറഞ്ഞു. മേഖലയിൽ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. നിലവിൽ 100 മീറ്ററോളം ഇടിഞ്ഞിട്ടുണ്ട്. ഈ നിലവിൽ ഇടിയാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഇവിടെയൊക്കെ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 കൊല്ലം മുമ്പേ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഇവർ JCB വെച്ചിട്ട് എന്ത് ചെയ്തു, JCB വെച്ചിട്ട് റോഡ് പണിഞ്ഞു. ഇതിൽ കുറേ ഒരു 100-150 മീറ്ററോളം റോഡ് പണിഞ്ഞായിരുന്നു. അതൊക്കെ ഡേഞ്ചർ ആണെന്നുള്ള ലെവലിൽ ഞങ്ങൾ ഇവിടുന്ന് കുറേ എതിർപ്പാക്കിയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും വില പോയില്ല. അതൊക്കെ പഞ്ചായത്തും കാര്യങ്ങളിലെത്തുമ്പോൾ ഒരു പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അതൊന്നും നടപടി ആയില്ല. ഒന്നും സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരു 10-15 വീടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും അവർ വകവെക്കാതെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റിയിട്ടുള്ള നിർമ്മാണം വീണ്ടും അവർ നടത്തുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വരെ റിട്ടേൺ വാളിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ വിള്ളലുകൾ ഉണ്ടായിരുന്നു. മരം മുറിച്ചതിന് ശേഷം വിള്ളലുകൾ വരാൻ തുടങ്ങി. ഇന്നൊരു 2 മണി 3 മണിക്ക് ശേഷമാണ് റിട്ടേൺ വാൾ മൊത്തത്തിൽ അങ്ങോട്ട് പോകുന്നത്. അതേസമയം മണ്ണിടിഞ്ഞ പ്രദേശത്ത് വ്യാപകമായി മരം മുറിച്ചിട്ടുണ്ടെന്നും നിർമ്മാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. നേരത്തെ തന്നെ മണ്ണിടിച്ചിലിൽ ഭീഷണിയുള്ള പ്രദേശത്താണ് വൻതോതിൽ മണ്ണിടിച്ചത്. ജനം, വയനാട്.